ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ വ്ളോഗ് കഥൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് നെത്തോലി ചേർത്ത് വെച്ചൊരു കപ്പപ്പുഴുക്കാണ്. മൊത്തത്തിൽ നമ്മൾ പറഞ്ഞാൽ കപ്പ നെത്തോലി പുഴുക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയായ കപ്പ നമ്മൾ നല്ലപോലെ അരിഞ്ഞ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നിങ്ങളുടെ അളവ് എന്താണോ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വെക്കുക. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഫസ്റ്റ് അരപ്പ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോകണം. നമുക്ക് നെത്തോലിക്കകത്ത് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയത് വേണം, 2 മുളക് വേണം, പുളി വേണം, ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. നിങ്ങളുടെ അളവ് എത്രയാണോ അത്ര എടുക്കുക. പിന്നെ നമുക്ക് മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, കൊച്ചുള്ളി വേണം, പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ വൃത്തിയാക്കി വെച്ച് നെത്തോലിയിലോട്ട് നമുക്ക് ഈ അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ച അരപ്പിലോട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെക്കാം. നമ്മൾ നമ്മുടെ രണ്ടാമത്തെ അരപ്പ് റെഡിയാക്കി എടുക്കാൻ പോകണം. ഇത് നമ്മൾ നമ്മുടെ വേവിച്ച കപ്പയിലോട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയത് വേണം, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ജീരകം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം നിങ്ങളുടെ അത്യാവശ്യത്തിന്. നമ്മൾ ഓൾറെഡി നമ്മുടെ കപ്പയിലോട്ട് ഉപ്പ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കപ്പ നല്ലപോലെ വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളയണം. അതിനുവേണ്ടി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കപ്പയിലോട്ട് ചേർക്കുന്ന അരപ്പ് നമ്മളൊന്ന് കടുക് പൊട്ടിക്കാൻ പോകണം. ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കടുകും നമ്മൾ 2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മുളകും ചേർത്ത് കൊടുക്കാം.
സോ നമ്മളപ്പോൾ റെഡിയാക്കി വെച്ച അരപ്പ് നമ്മുടെ വെന്ത് നല്ലപോലെ വന്നിട്ടുള്ള കപ്പയിനകത്ത് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഇളക്കി നല്ല സെറ്റാക്കിയ കപ്പ നമുക്ക് നേരെ നമ്മൾ നേരത്തെ കടുക് പൊട്ടിക്കാൻ വെച്ചല്ലോ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ താണ്ട നല്ലപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ അവിടെ എവിടെയായിട്ട് പറ്റാനൊക്കെയുള്ള അരപ്പ് നല്ലപോലെ ഒന്ന് മിക്സായി നല്ല രീതിക്ക് വരും. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സോ ഗൈസ്, ഇനിയാണ് നമ്മളെ മെയിൻ പാർട്ട് വരുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ച് നെത്തോലി നല്ലപോലെ തിളച്ചൊക്കെ റെഡിയാകുമ്പോൾ നമ്മുടെ കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കപ്പ നെത്തോലി പുഴുക്കെന്ന് പേരിട്ടത്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പുഴുക്കാണ്. നല്ല ടേസ്റ്റാണ് ഗൈസ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ അതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ല സെറ്റാക്കി എടുക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഡിഷായ കപ്പ നെത്തോലി പുഴുക്ക് നല്ലപോലെ ഇവിടെ സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണം അടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല സ്വാദാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.